കുടുംബത്തിൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുമ്പോ എന്ത് സമാധാനാന്നറിയോ? വീട്ടിക്ക് കയറി ചെല്ലുമ്പം അവനാന്റെ വീട്ടിൽ കിട്ടുന്നതിനേക്കാളും സൗകര്യവും സുഖവും സന്തോഷവും ലോകത്ത് വേറെ എവിടെയും കിട്ടൂല. പക്ഷെ അതിനെന്ത് വേണം? നമ്മൾ തുറന്ന് സ്നേഹിക്കാൻ തയ്യാറാവണം. അത് നമ്മൾ ഉള്ളിൽ പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. അവസാനം മരിച്ചു കിടക്കുന്ന നമ്മളെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ ഭാര്യ പറയണം, ഇയാളിന്റെ ഒരു വലിയ സൗഭാഗ്യമായിരുന്നു റബ്ബേ എന്ന്. സ്വന്തം ഭർത്താവിനെ കൊണ്ട് മാറിയ എത്ര ഭാര്യമാരുണ്ടെന്നറിയോ? മുപ്പര് കെട്ടിയതിന് ശേഷം എനിക്ക് ജീവിതത്തിൽ ഒരർത്ഥം വന്നതെന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് അയാളെ കൂടെ പോന്ന അന്ന് മുതൽ സ്വൈര്യവും സമാധാനവും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ നിസ്കാരവും നോമ്പൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയേ ഉണ്ടാവും. പടച്ചോൻ പറയും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറിയവനാണ്. അതാ ഏറ്റവും നല്ല ബന്ധം. അതൊരു വല്ലാത്ത ബന്ധാ. നമ്മളൊക്കെ ഇപ്പൊ പറയൂലേ, ഓളില്ലെങ്കിൽ നമുക്കിപ്പോ വേറെ കെട്ടാന്ന്. നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മൾ തിരിച്ചെല്ലുമ്പോൾ മയ്യത്താ വീട്ടിന്റെ കൊലായിലുള്ളതെങ്കിൽ സഹിക്കാനാവോ? നീണ്ടു നിവർന്ന് കിടക്കുന്ന അവളെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റുമോ, പടച്ചോൻ എന്റെ ഏറ്റവും നല്ല സ്വഭാവം ഞാൻ എന്റെ ഓക്ക് കൊടുത്തിരുന്നു എന്ന്? അത് പറയാൻ പറ്റാത്ത എത്ര ആളുകൾ നെഞ്ചുറുകി ജീവിക്കുന്നുണ്ട് എന്നറിയോ? ഒക്കെ ഒരു സമയം കൊടുക്കാൻ എനിക്ക് കിട്ടിയില്ല, ഓളപ്പൊരു തമാശ പറയാൻ എനിക്ക് കിട്ടിയില്ല.